സോ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് 9% അടക്കേണ്ടി വരും. ഫ്രീ സോൺ കമ്പനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുഎയിലെ ഏതെങ്കിലും ഒരു ഫ്രീ സോണിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതോ രജിസ്ട്രേഷൻ ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതായിട്ടുള്ള കമ്പനികളെയാണ് പറയാം. യുഎയിലെ ഫ്രീ സോണുകൾക്ക് ടാക്സ് ഇല്ല എന്ന് പറയുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള ഒന്നാണ്. ഫ്രീ സോൺ കമ്പനി ആണെങ്കിലും നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ചെയ്യണം. അതേപോലെ തന്നെ ആനുവൽ റിട്ടേൺസും ഫയൽ ചെയ്യണം. കോർപ്പറേറ്റ് ടാക്സിൽ 0% കോർപ്പറേറ്റ് ടാക്സ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺ ആയിരിക്കണം. ക്വാളിഫൈങ് ഫ്രീ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പേപ്പറിൽ മാത്രമല്ല സത്യത്തിൽ ഫ്രീ സോണിൽ തന്നെ വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ പ്രോപ്പർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യണം. ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൈസിംഗ് റൂൾസ് ഫോളോ ചെയ്യണം. നോൺ ക്വാളിഫൈങ് ഇൻകം ലിമിറ്റിന് പുറത്താവരുത്. സോ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് 9% അടക്കേണ്ടി വരും. സോ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സോൺ ജസ്റ്റ് ഒരു അഡ്രസ് മാത്രമാണ്. ക്വാളിഫൈങ് ഫ്രീ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾസ് ഫോളോ ചെയ്താൽ കിട്ടുന്ന ഒരു സ്റ്റാറ്റസും കൂടിയാണ്. താങ്ക് യു.